ലോകം മുഴുവൻ നോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇവിടെ നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം തന്നെ അമേരിക്കയുടെ യഥാർത്ഥ ശത്രു അവിടെ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. ഇറാനെ നിരായുധീകരിക്കാൻ നടക്കുന്ന തിരക്കിൽ ട്രംപ് മറന്നുപോയ ഒരു മഹാശത്രുവുണ്ട്. അയാൾ ഓരോ ആയുധങ്ങൾക്കും മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ തല ഉയർത്തി നിങ്ങളെ വെല്ലുവിളിച്ച കിമ്മിന്റെ രാഷ്ട്രം അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ ആയുധങ്ങൾ സ്വരുക്കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. റഷ്യയോടും ഇറാനോടും ചൈനയോടും ബന്ധം പുലർത്തുന്ന ഈ ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ തക്ക ആയുധങ്ങൾ കിം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇന്ത്യ പാക് യുദ്ധം സജീവമായി നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കിം അമേരിക്കയ്ക്കെതിരെ പടയൊരുക്കുന്ന തിരക്കിലാണ്. എന്താണ് കിം ഇപ്പോൾ ചെയ്യുന്നത്? നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഒപ്പം ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉത്തര കൊറിയൻ ഭരണാധികാരിയെ ഇഷ്ടമാണോ? ഉത്തരം എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയിലെ വോൺസാൻ പ്രദേശത്ത് നിന്ന് കിഴക്കൻ കടലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിക്കുകയായിരുന്നു. മാർച്ചിന് ശേഷമുള്ള ഉത്തര കൊറിയയുടെ ആദ്യ മിസൈൽ പരീക്ഷണമാണ് ഈ വിക്ഷേപണം. കിം ഒരു പുതിയ യുദ്ധക്കപ്പൽ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ വിക്ഷേപണം നടത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് നടത്തുന്നത്. ഒരു മിസൈൽ 800 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഉപദ്വീപിന്റെ കിഴക്കൻ ഭാഗത്തുള്ള വെള്ളത്തിൽ പതിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. വിക്ഷേപിച്ച മിസൈലുകളുടെ കൃത്യമായ എണ്ണം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ റഷ്യയുടെ ഇസ്കാൻഡർ രൂപകൽപ്പനയുടെ മാതൃകയിൽ നിർമ്മിച്ച വാഹന മൗണ്ടഡ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവുമായി വലിയ കാലിബൺ റോക്കറ്റ് പീരങ്കി പ്ലാറ്റ്ഫോമുകളും വിക്ഷേപണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന് ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് വക്താവ് ലീ സുങ് ജൂൺ പറഞ്ഞു. ഉത്തര കൊറിയ കയറ്റുമതി ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്ന ആയുധങ്ങളുടെ പ്രകടനം പരീക്ഷിക്കുന്നതിനായിരിക്കാം വിക്ഷേപണങ്ങളെന്നും ലീ പറഞ്ഞു. അതേസമയം ചൈനയിലെ ഉത്തര കൊറിയൻ എംബസി വഴി നടത്തിയ മിസൈൽ വിക്ഷേപണങ്ങളെ ജപ്പാൻ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതായി ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നഗതാനി പറഞ്ഞു. എന്നാൽ ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മിസൈലുകൾ എത്തിയിട്ടില്ലെന്നും പ്രദേശത്തെ വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾ പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഇപ്പോൾ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം ദക്ഷിണ കൊറിയയുമായുള്ള എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഇതിനോടകം തന്നെ വിച്ഛേദിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇപ്പോൾ ഉത്തര കൊറിയയുടെ ഭരണഘടനയിൽ ശത്രു രാഷ്ട്രമായി ഉൾപ്പെട്ടിട്ടുണ്ട്. ഉക്രൈനിയൻ മുന്നണിയിൽ റഷ്യൻ സൈന്യത്തോടൊപ്പം പോരാടാൻ ആയിരക്കണക്കിന് സൈനികരെ അയച്ചതായി ഉത്തര കൊറിയ സമ്മതിച്ചതിന് പിന്നാലെയാണ് ഈ വിക്ഷേപണം നടക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. റഷ്യയ്ക്ക് യുദ്ധോപകരണങ്ങൾ, മിസൈലുകൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ നൽകിയതിനു പുറമെയുള്ള ഈ വിന്യാസങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയെ കൂടുതൽ ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തനാകുന്നത് ആയുധ കയറ്റുമതിക്ക് പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് നൂതന ആയുധ സാങ്കേതിക വിദ്യയും ആണവ വൈദഗ്ധ്യവും നൽകുന്നുവെന്ന ശത്രുക്കളുടെ ആശങ്കകൾക്കും ആക്കം കൂട്ടി. അതേസമയം 5000 ടൺ ഭാരമുള്ള ചോഹോൺ എന്ന ഡിസ്ട്രോയർ ക്ലാസ് കപ്പൽ ഉത്തര കൊറിയ കഴിഞ്ഞ മാസം അനാച്ഛാദനം ചെയ്തിരുന്നു. കപ്പലിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് അടുത്ത വർഷം ആദ്യം പ്രവർത്തനക്ഷമമാകുമെന്നും ഉത്തര കൊറിയ അവകാശപ്പെടുന്നുണ്ട്. കപ്പലിൽ ഹ്രസ്വദൂര തന്ത്രപരമായ ആണവ മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയുമെന്ന് ചില വിശകലന വിദഗ്ധരും പറയുന്നു. ഉത്തര കൊറിയ നിരവധി ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും US വൻകരയിൽ എത്താൻ കഴിവുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത രാജ്യമാണ്. ഉദാഹരണത്തിന് ഹാസ്വാങ് 17 2 ഘട്ടങ്ങളുള്ള ദ്രാവക ഇന്ധനം നിറച്ചുള്ള ഒരു ഭൂഖണ്ഡാന്തര മിസൈലാണ്. ഇതിന് അമേരിക്കൻ ഐക്യനാടുകളിൽ എവിടെയും ആക്രമണം നടത്താൻ സാധിക്കും. ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാനുള്ള അതിന്റെ കഴിവ് US മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. 2025 മെയ് മാസത്തിൽ US ദക്ഷിണ കൊറിയയ്ക്കുമെതിരെ ആണവ പ്രത്യാക്രമണങ്ങളെ അനുകൂലിക്കുന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഉത്തര കൊറിയയുടെ മിസൈൽ യൂണിറ്റുകളുടെ സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പരീക്ഷണങ്ങൾ ലക്ഷ്യമിട്ടത്. സൈബർ ചാരവൃത്തിയിലും സാമ്പത്തിക മോഷണത്തിലും ഏർപ്പെടുന്നതിലൂടെ ഉത്തര കൊറിയ അത്യാധുനിക സൈബർ കഴിവുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത ഹാക്കർമാർ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുടെ ലക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ഭരണകൂടത്തിന്റെ സൈനിക പരിപാടികൾക്ക് ധനസഹായം നൽകുന്നതിനായി കോടിക്കണക്കിന് ഡോളർ അവർ മോഷ്ടിച്ചു. കൂടാതെ ഉത്തര കൊറിയൻ സൈബർ പ്രവർത്തകർ US ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലും മറ്റും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിലും റാൻസംവെയർ ആക്രമണങ്ങൾ നടത്തി പരിചയമുള്ളവരുമാണ്. ഈ സൈബർ പ്രവർത്തനങ്ങൾ സാമ്പത്തിക സ്രോതസ്സുകൾ മാത്രമല്ല, സെൻസിറ്റീവ് വിവരങ്ങളെയും നിർണായക സംവിധാനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ദേശീയ സുരക്ഷയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തിക്കഴിഞ്ഞു. പരമ്പരാഗത സൈനിക ശക്തിയിൽ ഉത്തര കൊറിയ അമേരിക്കയോട് കിടപിടിക്കുന്നില്ലെങ്കിലും ആണവായുധങ്ങൾ, മിസൈൽ സാങ്കേതികവിദ്യ, സൈബർ യുദ്ധം എന്നിവയിലെ അതിന്റെ പുരോഗതി ഒരു ബഹുമുഖ ഭീഷണി തന്നെയാണ്. തന്ത്രപരമായ സഖ്യങ്ങളുമായി ചേർന്ന് ഈ സംഭവ വികാസങ്ങൾ US സുരക്ഷാ താൽപര്യങ്ങളെ വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരു പ്രധാന എതിരാളിയായി ഉത്തര കൊറിയയെ പ്രതിദാനം ചെയ്യുന്നു.
അതെ, കിം ജോങ് ഉൻ അമേരിക്കയോട് നിരന്തരം ശക്തമായ വിദ്വേഷം പ്രകടിപ്പിച്ച ഭരണാധികാരിയാണെന്ന് ഓർക്കണം. യുഎസിനെ ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ ശത്രു എന്നും അഭിമുഖമായി നിൽക്കുന്ന ശത്രു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യുഎസ് ഭരണകൂടം അധികാരത്തിലിരുന്നാലും പോങ്യോങ്ങിനോടുള്ള അമേരിക്കൻ നയങ്ങളിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വാദിച്ചു. 2018 സിംഗപ്പൂർ ഉച്ചകോടി പോലുള്ള നയതന്ത്ര ഇടപാടുകളുടെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ ബന്ധങ്ങളിൽ ശാശ്വതമായ പുരോഗതിയിലേക്ക് നയിച്ചിട്ടില്ല. ഉത്തര കൊറിയയുടെ സൈനിക സംഭവ വികാസങ്ങളെയും അന്താരാഷ്ട്ര വിന്യാസങ്ങളെയും ന്യായീകരിക്കുന്ന യുഎസിനെ ഒരു പ്രാഥമിക എതിരാളിയായി കാണുന്ന തന്ത്രപരമായ നിലപാടാണ് കിമ്മിന്റെ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും നമ്മളോട് പറയുന്നത്. ഉത്തര കൊറിയയുടെ ചരിത്രപരമായ വിവരണത്തിലും പ്രചാരണത്തിലും ഈ ശത്രുതാപരമായ നിലപാട് ആഴത്തിൽ വേരൂന്നിയതാണ്. കൊറിയൻ യുദ്ധത്തിൽ യുഎസ് സൈന്യം 10,000-കണക്കിന് സിവിലിയന്മാരെ കൊന്നുവെന്ന് അവകാശപ്പെടുന്ന സിൻജോൺ കൂട്ടക്കൊല പോലുള്ള സംഭവങ്ങളെ ഭരണകൂടം പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. സ്റ്റേറ്റ് നിയന്ത്രിത മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെയും അത്തരം വിവരണങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്തര കൊറിയ. യുഎസിനെ ഉത്തര കൊറിയൻ പരമാധികാരത്തിന്റെ ശാശ്വത ഭീഷണിയായി ചിത്രീകരിക്കുന്നതിൽ ഉത്തര കൊറിയ ഏറെക്കുറെ വിജയിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത. സമീപ വർഷങ്ങളിൽ കിം തന്റെ യുഎസ് വിരുദ്ധ വാചോടോപങ്ങളും നയങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. 2024 ഡിസംബറിൽ ഉത്തര കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ യുഎസ് വിരുദ്ധ പ്രതിരോധ തന്ത്രം നടപ്പിലാക്കാനുള്ള പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും യുഎസിന്റെ സഖ്യങ്ങൾ ആക്രമണാത്മക നീക്കങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കൂടാതെ സൈനികരെയും സൈനിക സാമഗ്രികളെയും അയക്കുന്നതുൾപ്പെടെ ഉക്രൈൻ സംഘർഷത്തിൽ റഷ്യയെ പിന്തുണയ്ക്കുന്ന ഉത്തര കൊറിയയുടെ പിന്തുണ യുഎസ് താൽപര്യങ്ങൾക്കെതിരായ അതിന്റെ സഖ്യത്തെ അടിവരയിടുന്നതാണ്. ലോകരാജ്യങ്ങൾക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ് ഉത്തര കൊറിയ. എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യുന്നുവെന്ന് ലോകത്തിന് ഒരു പിടിയും തരാത്ത മനുഷ്യനാണ് അവിടുത്തെ ഭരണാധികാരി. റഷ്യ അല്ലാതെ മറ്റൊരു രാജ്യവുമായി ബന്ധം വെക്കാത്ത ഉത്തര കൊറിയ എന്നും ആളുകൾക്കൊരു തമസ്യ തന്നെയാണ്. ലോകത്താരും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ നൽകുന്ന രാജ്യമായി ഉത്തര കൊറിയയെ മാറ്റിയതിൽ ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉന്നിന് കൃത്യമായ പങ്കുണ്ട്. യൂറോപ്പിനെ ആകെ കിടിലം കൊള്ളിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കിമ്മിന്റെ പടയാളികൾ വന്നതോടെ റഷ്യയും ഉത്തര കൊറിയയും ചേർന്ന് തിരുത്തുന്ന അധികാര സമവാക്യങ്ങളെ ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു. ഉത്തര കൊറിയ റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഉത്തര കൊറിയയാണെന്ന് തുറന്നു സമ്മതിച്ചതുമാണ്. യുദ്ധമുഖത്തെത്തിയ കൊറിയൻ പട്ടാളക്കാർ എന്നും അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അതിനിടെയാണ് ദക്ഷിണ കൊറിയയിലും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. രാഷ്ട്രീയ അസ്ഥിരത നേരിടുന്ന ദക്ഷിണ കൊറിയയിൽ പ്രതിസന്ധികൾക്കിടയിലും അവരിപ്പോൾ ഭയപ്പെടുന്നത് ഉത്തര കൊറിയ എന്ന രാഷ്ട്രത്തെയാണ്. ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ യുദ്ധത്തിന് മുന്നൊരുക്കം കൂട്ടിയത് മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്കയിലാണ്. അതേസമയം തന്നെയാണ് ഉത്തര കൊറിയയുടെ സുഹൃത്തായ ഇറാനുമായി ആണവ നിരായുധീകരണം പിന്തുടരുന്നതിനുള്ള ചർച്ചകൾക്കായി അമേരിക്ക ഇറങ്ങിത്തിരിച്ചത്. വർഷങ്ങളായി ശത്രുപക്ഷത്ത് അമേരിക്ക നിർത്തിയ ഇറാനുമായി ഇപ്പോൾ ഒരു ചർച്ച നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉന്നയിച്ച ഘടകം എന്താണെന്ന് വെച്ചാൽ ഇറാൻ അടക്കമുള്ള അമേരിക്കൻ എതിർചേരികൾ കാര്യമായ ആയുധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുവെന്ന തിരിച്ചറിവാണ്. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കൻ അപ്രമാദത്തെ ചോദ്യം ചെയ്യാൻ പോലും ഈ ചേരികൾ മടിക്കില്ലെന്ന ബോധ്യം അമേരിക്കൻ പ്രസിഡന്റിനെ കുറച്ചു കാലമായി അലവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് ചർച്ചയ്ക്ക് എത്തിയിട്ടില്ലെങ്കിൽ അമേരിക്കയുടെ മേൽക്കോയ്മ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇറാനെ ചുട്ടെരിക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞത്. എന്തായാലും അമേരിക്കയുടെ അഹങ്കാരത്തിന് അങ്ങനെ അങ്ങ് നിന്നുകൊടുക്കാൻ ഇറാനും അതുപോലെ തന്നെ ഉത്തര കൊറിയയ്ക്കും സാധ്യമല്ല. ഒരുപക്ഷെ റഷ്യയുമായിട്ടുള്ള ഇപ്പോഴത്തെ അമേരിക്കയുടെ ബന്ധം വെച്ച് ഒരു പക്ഷേ റഷ്യ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇറാൻ കഴിഞ്ഞാൽ ട്രംപ് തേടിയെത്തുക മറ്റാരെയും ആയിരിക്കില്ല, അത് സാക്ഷാൽ ഉത്തര കൊറിയ തന്നെ ആയിരിക്കുമെന്ന ബോധ്യം ഉത്തര കൊറിയയ്ക്കുണ്ട്. ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഉത്തര കൊറിയയെ സംബന്ധിച്ച് അതൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും അമേരിക്കയുടെ അത്തരം സമീപനങ്ങൾക്ക് പുല്ലുവില പോലും നൽകാൻ തയ്യാറല്ല എന്നാണ് ഉത്തര കൊറിയയുടെ നിലപാട്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ്? ഉത്തര കൊറിയയെ നിങ്ങൾക്ക് ഭയമുണ്ടോ? എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.